വളർച്ചയും കുതിച്ചുയരുന്ന നാണ്യപ്പെരുപ്പത്തെയും തുടർന്ന് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ഭരണകൂടം സായുധമായി അടിച്ചമർത്താൻ ശ്രമിക്കുന്നതോടെ രാജ്യം വൻ ചോരപ്പുഴയിലേക്ക് നീങ്ങുകയാണ്. ഇറാനിയൻ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതും അവശ്യ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറം ഉയർന്നതും ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ നേരിടാൻ സുരക്ഷാ സേന തോക്കുകളും കണ്ണീർ വാതകങ്ങളും പ്രയോഗിച്ചതോടെ മരണസംഖ്യ കുത്തനെ ഉയർന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മരിച്ചവരുടെ എണ്ണം 538 കടന്നതായാണ് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 490 പേരും സാധാരണ പ്രതിഷേധക്കാരാണെന്നും 48 പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ 31 പ്രവിശ്യകളായി വ്യാപിച്ചു കിടക്കുന്ന 180ഓളം നഗരങ്ങളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ ഭരണകൂടം രാജ്യത്തെ 10,000-ത്തിലധികം ആളുകളെ തടങ്കലിലാക്കിയതായും വിവരമുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 10,600-ലധികം പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലോ ജയിലിലോ ആണ്. പ്രതിഷേധങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പുറംലോകം അറിയാതിരിക്കാൻ ഇറാൻ സർക്കാർ രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സേവനങ്ങളും ടെലിഫോൺ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് നിലനിർത്തുന്നതിന് യഥാർത്ഥ മരണസംഖ്യ ഇതിലും എത്രയോ മടങ്ങ് കൂടുതലാക്കാൻ സാധ്യതയുണ്ടെന്നും മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നു. ടെഹ്റാനിലെ മോർച്ചറികളിൽ മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടെങ്കിലും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ഇറാനിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധഭീതിയും നിഴലിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിക്ക് തയ്യാറാണെന്ന സൂചനകൾ നൽകി കഴിഞ്ഞു. പ്രതിഷേധക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് തുടരുകയാണെങ്കിൽ അമേരിക്ക നോക്കി നിൽക്കില്ലെന്നും ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മേഖലയിലെ US സൈനികരോട് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാൻ അദ്ദേഹം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇറാൻ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണെങ്കിലും അവരെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. ട്രംപ് സൈനിക നീക്കങ്ങൾ വിലയിരുത്താനായി ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലും ആക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ ഭീഷണികൾക്ക് കനത്ത ഭാഷയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ മറുപടി നൽകിയത്. ട്രംപിനെ അഹങ്കാരി എന്ന് വിശേഷിപ്പിച്ച ഖമേനി അമേരിക്ക ഇറാനിൽ അനാവശ്യമായി ഇടപെടാൻ ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. ഇറാൻ ജനതയുടെ രക്തം പുരണ്ട കൈകളാണ് ട്രംപിന്റേതെന്നും സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ട്രംപ് ഇറാനിലേക്ക് നോക്കേണ്ടതില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. പ്രതിഷേധക്കാർ വിദേശ ശക്തികളുടെ ചട്ടുകങ്ങളായി മാറുന്നുവെന്നും അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ സ്വന്തം നാടിനെ നശിപ്പിക്കുകയാണെന്നും ഖമേനി കുറ്റപ്പെടുത്തി. അമേരിക്കയോ ഇസ്രായേലോ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും ഇസ്രായേലും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫും മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള മാർച്ചുകളും നടക്കുന്നുണ്ട്. ലണ്ടൻ, പാരീസ്, ഇസ്താംബുൾ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യമാണ് ഈ പ്രതിഷേധങ്ങളിൽ ഉയരുന്നത്. ഇറാൻ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ പരാജയപ്പെട്ടതും അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മൂലം സമ്പദ് വ്യവസ്ഥ തകർന്നതും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വിദേശ നാണയ വിപണിയിൽ ഇറാനിയൻ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചതോടെ രാജ്യത്ത് ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി. ഇറാൻ സർക്കാർ പ്രതിഷേധകരെ വിമതർ എന്നും ഭീകരർ എന്നും വിളിക്കുമ്പോഴും സാധാരണക്കാരായ വിദ്യാർത്ഥികളും തൊഴിലാളികളും വ്യാപാരികളും ഈ പോരാട്ടത്തിൽ പങ്കുചേരുന്നുണ്ട്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിലെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധത്തിൽ ചേർന്നത് ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയായി. എന്നാൽ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധം ഒതുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സൈന്യത്തെ ഇറക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ ഭരണകൂടം. ഇത് മരണസംഖ്യ ഇനിയും വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും നിരീക്ഷകർ ഭയപ്പെടുന്നു. ഈ സംഘർഷം ആത്യന്തികമായി ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കുമോ അതോ അമേരിക്കയുടെ ഇടപെടൽ മറ്റൊരു വലിയ യുദ്ധത്തിന് വഴിമരുന്നിടുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.